ഹായ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. വേറൊന്നുകൊണ്ടല്ല, എൻ്റെ മോളെ നെഗറ്റീവ് കണ്ടിട്ട് തന്നെയാണ് വന്നത്. അപ്പം നിങ്ങൾ പറയുന്നുണ്ടാവും, എന്തിനാ ബിഗ് ബോസിലേക്ക് പറഞ്ഞയച്ചത്? ഈ നെഗറ്റീവ് കേൾക്കുമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, പൈസക്ക് വേണ്ടിയിട്ടല്ലേ എന്ന്. പൈസക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ, പൈസ ഒരു മനുഷ്യന് ജീവിക്കണേ ക്യാഷ് വേണം. ക്യാഷ് ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റൂല. പൈസ ഉണ്ടെങ്കിലേ ഇന്നത്തെ സമൂഹത്തിൽ വിലയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസിൽ പോയിരിക്കുന്നതിനേക്കാൾ ഒരു പക്ഷെ എൻ്റെ മോള് വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാക്കും. പക്ഷെ അവളെ ഏറ്റവും വലിയൊരു സ്വപ്നം അവള് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ഒരു കാലെങ്കിൽ അവളെ ബിഗ് ബോസിലേക്ക് വിളിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷ മാത്രം അവളെ മൈൻഡിൽ ഉണ്ടായിട്ടുള്ളൂ. അവളെ ഏറ്റവും വലിയ സ്വപ്നമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. എല്ലാവരും സ്വപ്നം കാണും. ഈ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരും ഈ PR വർക്ക് ചെയ്തിട്ടുള്ള യൂട്യൂബേഴ്സും ഇവരൊക്കെ സ്വപ്നം കാണുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഈ കുറ്റം പറയുന്ന ആൾക്കാരെന്നെ ബിഗ് ബോസ് വിളിച്ചു കഴിഞ്ഞാൽ പോകും, ഉറപ്പാ. വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നല്ല. കാരണം ഈ ഒരു ഇത് കൊടുത്തത് വേറെ ഒന്നും ഉണ്ടല്ലോ. ഞാൻ ഈ ഒരു ഇത് ഇട്ടിട്ടുണ്ട്. ഇനി ഇന്റെ ഇത് വെച്ചിട്ട് ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കും, ഇറക്കിയിട്ടുണ്ട്, ഞാൻ കണ്ടതുമാണ്. അങ്ങനെ ഉണ്ടാക്കട്ടെ, നോ പ്രോബ്ലം, ഒരു പ്രശ്നവും ഇല്ല. എല്ലാം നമ്മൾ അറിഞ്ഞിട്ട് തന്നെ. എൻ്റെ മോള് പോകുന്ന സമയത്ത് എന്നോടും ആലിബിനോടും പറഞ്ഞൊരു കാര്യമുണ്ട്, ഉമ്മ നെഗറ്റീവ് ഉണ്ടാവും, ഒന്നും മൈൻഡ് ആക്കരുത്, നെവർ ആക്കണം, ടെൻഷൻ അടിക്കരുത്, എല്ലാം പറഞ്ഞിട്ടാണ് എൻ്റെ മോള് പോയിട്ടുള്ളത്. പക്ഷെ ഞാൻ അതല്ല ചോദിക്കുന്നത്. ഇത്രമാത്രം വെറുക്കാൻ എൻ്റെ മോള് ബിഗ് ബോസ് ഹൗസിൽ എന്ത് തെറ്റാ ചെയ്യുന്നത്? എന്ത് തെറ്റാ അവള് നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ, റെസ്പെക്റ്റ് ഇല്ല, തെറിയാണ് നിങ്ങളെ മോള് വിളിക്കുന്നത്, വളർത്തുദോഷം, ബാപ്പനും ഉമ്മയും പറഞ്ഞാൽ മതി, എല്ലാവർക്കും ഉള്ളതാണ്. സ്വന്തം മക്കൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തിട അവരെ ബാപ്പനും ഉമ്മയും, വളർത്തുദോഷം അത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ വളർത്തുദോഷം ഈ ബാപ്പയും ഉമ്മയും വളർത്തിയ ഉമ്മയും അതേമാതിരി തെറ്റ് ചെയ്തിട്ടാണോ ഇവരും ഇതുപോലെ ആവുന്നത്? ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. പിന്നെ നിങ്ങൾ പറയുന്ന വളർത്തുദോഷം, എൻ്റെ മോക്കൊരു വളർത്തുദോഷവും ഇല്ല, നല്ല പോലെ വളർന്ന മോള് തന്നെയാണ്. പിന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, ഉമ്മ അയഞ്ഞാടാൻ വിട്ടതാണ് മോളേന്ന്. എൻ്റെ മോളെ അയഞ്ഞാടാൻ പോയിട്ടില്ല. എനിക്കറിയാം എൻ്റെ മോളെ, അവളെ ബാപ്പക്കറിയാം, അവളെ ഫാമിലിക്കറിയാം, അവളെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, അവളെ ഫ്രണ്ട്സിനറിയാം. പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന കമൻസ് ഇടുന്ന ആൾക്കാരോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ മോൾ അയഞ്ഞാടുന്നത്? കണ്ടിട്ടുണ്ടോ? കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് വിശ്വസിക്കേ, കാണാതെ വിശ്വസിക്കല്ലേ? വീഡിയോയിൽ കാണുന്നതല്ലേ നിങ്ങളെല്ലാം ഈ വീഡിയോയിൽ കാണുന്നത്. അങ്ങനെയാണ് നിങ്ങൾ സിനിമയിൽ നടക്കുന്നത് ലൈഫായിട്ട് തോന്നുന്നു നിങ്ങൾക്ക്? അത് ജീവിതമാണോ? വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എന്ന് വിചാരിച്ചിട്ട് അവൾ വേണ്ടാത്ത വീഡിയോസും കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, അവൾ ചെയ്യൂല്ല. പിന്നെ റെസ്പെക്റ്റ് എന്ന് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അവൾ 19 വയസ്സാ, അവളെ ഏജാണ് നിങ്ങൾ ഓരോരുത്തരും ജലസാക്കുന്നത്. അവളെ ഏജ്. കുറേ പേര് അവൾക്ക് നല്ല കമന്റ് തന്നെ ഇടുന്നത്, നല്ലതെന്നാ പറയും. എനിക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് വെറുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ വെറുക്കാൻ മാത്രം എൻ്റെ മോള് എന്ത് തെറ്റാ ബിഗ് ബോസിൽ കാണിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൾ എന്ത് തെറിയാ വിളിക്കുന്നത്? പോടി പട്ടീന്നോ? ഓരോരുത്തരിൽ അതിൽ വിളിക്കുന്ന തെറികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്നും ഇതില്ലേ, ഒരു ഉത്തരവില്ലേ? പിന്നെ പറഞ്ഞു ഒരു കാര്യം, ഷൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം, ഇതിനൊരു അർത്ഥവും ഇല്ലാന്ന് ബിഗ് ബോസ് ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് പറഞ്ഞു. ചൈനയിൽ പോയി പഠിച്ചിട്ടുള്ള ബിന്നി വരെ പറഞ്ഞു, ഒരു അർത്ഥമില്ല ലാലേട്ട, എന്താ പറയാ, പ്രൊവോക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്നുള്ളത്. ആ ഒരു ലാലേട്ടന്റെ എപ്പിസോഡ് വരുന്നതിന് മുന്നേ ഈ ഒരു ഇത് വെച്ചിട്ട് കുറെ യൂട്യൂബേഴ്സ് ഇറങ്ങി അവർക്ക് നെഗറ്റീവ്. ഈ പറയുന്ന ആൾക്കാരോട് ചോദിക്കുക, നിങ്ങളെ വീട്ടിലാണ് ഈ സ്വന്തം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കും? ഈ ബിഗ് ബോസിൽ പോയ എല്ലാവരും നല്ലതാണെന്നുള്ളത് തോന്നുന്നുണ്ടോ? നിങ്ങൾ ആരും മനസ്സിലാക്കുക, എല്ലാവരും നല്ലതാ, എല്ലാവരും അവരെ കുടുംബത്തിൽ നിന്നും വരുന്നത്, എല്ലാവരും നല്ല ആൾക്കാർ. അവിടെ ഉള്ള 20 കണ്ടസ്റ്റൻസും എല്ലാവരും നല്ലവരാ. ഇവരെ ഗെയിം നിങ്ങൾ ആരും ചെയ്യേണ്ടതെന്ന് ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടു പഠിക്കുക. ഗെയിമാണ് അത്, ഗെയിം കളിക്കാനാണ് പോകുന്നത്. ബിഗ് ബോസ് എന്ന ഗെയിം മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്ത് അവരെ പുറത്താക്കുക എന്നുള്ളതാണ് ഗെയിം.
എല്ലാതും നന്മമരമായി കളിച്ച് കുറെ അവിടെ പിടിച്ച് കുറെ ഇവിടെ നിന്നിട്ടൊന്നുമില്ല. പിന്നെ അപ്പാനീന്റെ ഗ്രൂപ്പിലാണ്, അതാണ് ഇതാണ്. ഞാൻ ചോദിച്ചോട്ടെ, എല്ലാരും ഗ്രൂപ്പായിട്ട് നടക്കുന്നുണ്ട്, എല്ലാരും എന്തൊക്കെ വിളിക്കുന്നുണ്ട് അവിടെ അവളെ ഓരോരുത്തര്. ഇപ്പൊ ഫുള്ള് മാലിബ്, ആലിബ് എന്ന വ്യക്തിക്ക് റെന എന്താണെന്നറിയാം, റെനക്ക് ആലിബ് എന്താണെന്നറിയാം. റെനി ആലിബും ആ പഠിച്ചവനെ അവർക്ക് വേണ്ടി ഒന്നാവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ താക്കിയതായിരിക്കും, നമുക്കൊന്നും പറയാൻ പറ്റൂല. ഇന്നിതുവരെ റെനക്ക് ആലിബും ആലിബിന് റെനി ജീവന്റെ ജീവനാ. ഇവർ രണ്ടുപേരും പരസ്പരം മറന്നുകൊണ്ട് ഒന്നും ചെയ്യൂല. ഈ രണ്ട് മക്കളെ, റെനന് ഞങ്ങളെ വീട്ടായിരിക്കും, അവളെ വീട്ടായിരിക്കും വിശ്വാസമാണ്, ആലിബിന് അവന്റെ വീട്ടായിരിക്കും വിശ്വാസമാണ്. നമ്മളെ മക്കളെ നമ്മളാദ്യം വിശ്വസിക്കാൻ പഠിക്കണം. ഈ സ്വന്തം മക്കൾ, ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ പറയുന്ന എല്ലാരും മക്കളും നല്ലതാണോ? നിങ്ങൾ അറിയിക്കാതെ അവരെവിടൊക്കെ പോകും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എൻ്റെ മോള് എന്നോട് പറഞ്ഞു, ഉമ്മ എനിക്ക് ഇങ്ങനത്തെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവക്ക് ആ ബോയ് ഫ്രണ്ട് അല്ലേ ഉള്ളൂ, നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. അവക്ക് ഇഷ്ടം എന്താണ് അതിൽ പോട്ടെ, അങ്ങനെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് അവള് കല്യാണം കഴിക്കണതിന് മുന്നേ അഴിഞ്ഞാടാനും ഇതാക്കാനൊന്നും അവള് പോയിട്ടില്ല. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അത് വിടുവില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ വിശ്വസിച്ച് അവൾ എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ആലിബിന് എന്തൊക്കെ, ആലിബ് രക്ഷപ്പെട്ടതാണ് പോലും. ആ മോനെ ഇന്നലെയും കൂടി ഞങ്ങളടുത്ത് വന്നിട്ടുള്ളൂ. എന്നെ സങ്കടം, എന്നെ ആശ്വസിപ്പിക്കാൻ അവനേ ഉള്ളൂ എന്നല്ല, അവനാണ് എന്നെ ഉമ്മ. നമുക്കറിയില്ല നമ്മളെ മുത്തുന്ന ഞങ്ങളെല്ലാരും വിളിക്കാം, നമുക്കറിയില്ല മുത്തു എന്താണെന്ന്. മുത്തു പോകുമ്പോ നമ്മളോട് പറഞ്ഞതല്ല ഉമ്മ, അതൊക്കെ കേൾക്കും എല്ലാം, നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടല്ല. അവളൊരു എന്താ പറയാ സന്തോഷമല്ലേ ബിഗ് ബോസിൽ പോവാന്നുള്ള, അവളൊരു സ്വപ്നമല്ലേ, അതുകൊണ്ടല്ലേ നമ്മളെല്ലാരും പറഞ്ഞയച്ചത്. ആദ്യം മനസ്സിലാക്കി അവളൊരു സ്വപ്നമായിരുന്നു അത്. അവൾ അറിഞ്ഞിട്ടുണ്ട്. അവള് ഇവിടേക്ക് എത്തുമ്പോഴായിരിക്കും ഇത്രയും നെഗറ്റീവ്. ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും ഒരു തെറ്റും ഞാൻ പറയുന്നില്ല, തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരു പറയില്ല, എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ അവളത്. പക്ഷെ നിങ്ങളെല്ലാരും മോളെ ഇത് പഠിപ്പിച്ചിട്ടില്ല, മോളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, എങ്ങനെ? ഞാൻ ചോദിച്ചു എന്താണ് പഠിപ്പിക്കുക? എല്ലാവരും മക്കളെമാരി തന്നെയാണ് എൻ്റെ മോളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും ഏതൊരു മാതാപിതാക്കളാണ് സ്വന്തം മക്കളെ വേണ്ടാത്തതിലേക്ക് ആരും പറഞ്ഞേക്കൂല. ഞാനും പറഞ്ഞേച്ചിട്ടില്ല. എൻ്റെ മോൾ എനിക്ക് നല്ലതാണ് എനിക്കറിയാം. എല്ലാരും പറയും കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, അതെ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ്. എൻ്റെ മോളെ എനിക്ക് അത്രയും പൊന്നെന്നാണ്. എൻ്റെ മോളെ എനിക്കറിയാം. എൻ്റെ നമ്മളെ മക്കളെ നമ്മൾ മാതാപിതാക്കളെ വിശ്വസിക്കാതെ വേറെ ആര് വിശ്വസിക്കാനാ? എൻ്റെ മോള് തെറ്റ് ചെയ്യലോന്ന് എനിക്കറിയാം. തെറ്റ് ചെയ്യൂല, തെറ്റിലേക്ക് പോകൂല്ല. അയിനാടാൻ വിട്ടതല്ല മറ്റേതല്ല. എൻ്റെ മോൾ അയിനാടാൻ പോയിട്ടില്ല, പോകൂല്ല. വീഡിയോയിൽ കണ്ടതൊക്കെ നിങ്ങൾ വിശ്വസിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതാണ് ശരിയെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ അത് മാത്രം ശരിയെന്ന് വെച്ച് നിങ്ങൾ കാണണം. അത് മാത്രമാണ് ശരിയെന്ന് വെച്ച് ജീവിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ സമൂഹം എന്താ നമ്മളെ സമൂഹം എങ്ങനെ? എന്തിനാണ് ഇത്ര മാത്രം അവളെ വെറുക്കാൻ മാത്രം അവൾ എന്താ ചെയ്യുന്നത്? അവൾ ഏജോ 19 വയസ്സാണ് നിങ്ങളെ പ്രശ്നം? ആ 19 വയസ്സിൽ ഇന്ന് ഇവിടെ വരെ എത്തിയതാണോ നിങ്ങളെ പ്രശ്നം? ആണ്. ഒരുപാട് ആൾക്കാരെ പ്രശ്നം അത് തന്നെയാണ്. നിങ്ങൾക്ക് മനസാക്ഷിയെ തൊട്ട് പറയാൻ പറ്റോ അവൾ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ബിഗ് ബോസിൽ? വേറെ ആരും അവിടെ ചെയ്യുന്നില്ല, വേറെ ആരും അവളെ തെറി വിളിക്കുന്നില്ല, വേറെ ആരും അവളൊന്നും പറയുന്നില്ല. ഈ റെന ഫാത്തിമ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും അതെന്താ PR എടുത്തതാണോ? PR എടുത്ത് കുറെ ഉണ്ട്. എന്റെ മോൾ ഒരാൾക്കും PR കൊടുത്തിട്ടില്ല. അവള് 2 ആഴ്ച നിൽക്കാൻ മാത്രം പോയിട്ടുള്ളൂ. ബിഗ് ബോസ് ഹൗസ് ഒന്ന് പോണം, അത് മാത്രം ആഗ്രഹിച്ച് പോയ. എന്റെ മോൾ ആകെ 2 ആഴ്ചയിലെ ഡ്രസ്സ് എടുത്ത് കൊണ്ടുപോയത്. 2 ആഴ്ച അവള് നിൽക്കുള്ളൂ പ്രതീക്ഷിച്ച് പോയൊരു മോളാണ്. ഇത്രയും കാലം നിൽക്കുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഇത്രയും നിന്ന് ഞങ്ങൾക്ക് സന്തോഷമുള്ളത് ആ കാര്യത്തില്. ഇത്രയും നിന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അടുത്ത ആഴ്ച ഇറക്കും. അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഇറക്കണമെന്നുണ്ട് ഇറക്കിക്കോളി, ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങളോട്. പക്ഷെ എനിക്ക് ആരും വോട്ട് ചെയ്തിട്ടില്ല പ്രശ്നമില്ല. ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന എന്തൊക്കെ കമന്റ് ബോക്സിലൊക്കെ വരുന്ന കമന്റ് കണ്ടാൽ ഞാൻ കുറെ ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കും. പക്ഷെ അവർക്ക് അത് റിപ്ലൈ കൊടുക്കും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, എൻ്റെ മോള് ഇതിന് മാത്രം നെഗറ്റീവ് പറയാം. എന്ത് തെറ്റാ എൻ്റെ മോള് നിങ്ങളോട് എല്ലാവരോടും ചെയ്തിട്ടുള്ളത്, ബിഗ് ബോസിൽ ചെയ്തിട്ടുള്ളത്? ഇനിയിപ്പോൾ കരഞ്ഞതിനൊന്നും ഇതായിട്ട് വരരുത്.
മോളെന്താ ചെയ്യുന്നത്? അവളൊരു നല്ല മോളാണ്, നല്ല മനസ്സിന്റെ ഉടമയാണത്. അതുകൊണ്ടാണ് അവൾ ഈ 19 വയസ്സിൽ ഇന്ന് ഇൻഡിപെൻഡന്റ് ആണ് അവള്. ഇന്നൊരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഈ ഒരു ലെവല് വരെ അവൾക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട് അവളെ നല്ല മനസ്സുകൊണ്ട് തന്നെ. കഴിഞ്ഞ വർഷം ജാസ്മിൻ ജാഫറിന് നിങ്ങൾക്ക് എല്ലാവർക്കും നെഗറ്റീവ് ഇടാനുണ്ടായിരുന്നത്. ജാസ്മിന് കളിക്കുന്ന ഏതെങ്കിലും ഒരു കളി നിങ്ങൾ അതിൽ കാണുന്നുണ്ട് എൻ്റെ മോള്? ഇന്ന് ആ ജാസ്മിനെ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ ഇന്ന് അവളെ പോസിറ്റീവാ പറയുന്നത്. എന്തുകൊണ്ട്? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളൊരു കാലം വെറുത്ത് 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 എൻ്റെ മോളെ സ്നേഹിക്കുന്ന ഒരു കാലം നിങ്ങൾക്ക് വരും. ഞാൻ എൻ്റെ മനസ്സ് തൊട്ടിട്ടാ പറയുന്നത്. ദയവ് ചെയ്തിട്ട് എല്ലാവരോടും ഒന്ന് പറയാ, ഈ കണ്ണീര് വെച്ചിട്ട് നിങ്ങളിനി ഒരു കണ്ടന്റ് ഉണ്ടാക്കല്ലേ. പടച്ചോ പൊറുക്കൂല എന്ന് പറഞ്ഞ പൊറുക്കൂല. സ്വന്തം മകൾ തെറ്റ് ചെയ്യാതെ ഒരാളിങ്ങനെ ക്രൂശിക്കുമ്പോൾ ഒരു ഉമ്മാക്ക് സഹിക്കാൻ പറ്റൂല. അതേ ഉള്ളൂ പ്രശ്നം. തെറി തെറി തെറി. മോൾക്ക് വളർത്തു ദോഷമില്ല. ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ മോള് ഒരു ഡിബേറ്റ് കഴിഞ്ഞു, അതിൽ ബാപ്പനെ കയറി പോടാന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അതിൻ്റെ മുന്നത്തെ നിങ്ങൾ ഡിബേറ്റ് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. എൻ്റെ മോൾ ഒരിക്കലും ഓളെ ബാപ്പനെ പോടാന്ന് ഇതുവരെ വിളിക്കൂല്ല. അവൾക്ക് വിളിക്കാൻ കഴിയൂല. കാരണം അവളെ ബാപ്പ അത്രയും സ്നേഹിക്കുന്നുണ്ട് അവളെ. ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവള് പറഞ്ഞത് നിങ്ങൾ അത് നെഗറ്റീവിൽ കൂടെ എടുത്തു. അവള് പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് സുഖമില്ല, ഒന്നാമത് കോൾഡും ഉണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇന്നത്തെ സമൂഹം ബാപ്പാന്നില്ല, ആങ്ങളാന്നില്ല, മൂത്തവരെന്നില്ല. 70 വയസ്സായ ആൾക്കാർ 4 വയസ്സായ കുട്ടീനെ റേപ്പ് ചെയ്യുന്ന കാലാണെന്ന് അല്ലേ? ആ ഒരു ഇത് പറയാനുള്ള ആ ചോദ്യത്തിനുള്ള മറുപടി കൊടുത്തത് അതാണ് അവള്. ബാപ്പ നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ ഇരിക്കും തിരിച്ചു പെരുമാറ്റുന്നത്. എത്ര വീടുകളിൽ സ്വന്തം ബാപ്പ മോളെ നശിപ്പിച്ച് പ്രഗ്നന്റ് ആക്കിയ എത്ര വീടുകളുണ്ട്? ആ മോക്ക് തിരിച്ച് ബാപ്പനെ ബാപ്പാന്ന് വിളിക്കാൻ പറ്റുമോ? ബഹുമാനിക്കാൻ പറ്റുമോ? തിരിച്ച് സ്നേഹിക്കാൻ പറ്റുമോ? എൻ്റെ മോൾ ഉദ്ദേശിച്ചത് അതാ. അതിന് നിങ്ങൾ തിരിച്ചു ഏതൊക്കെ അറ്റം വരെ നിങ്ങൾ കൊണ്ടുപോയി. അവളെ നെഗറ്റീവ് പറയുന്ന കുറച്ച് ആൾക്കാരോട് ഞാൻ ചോദിച്ചോട്ടെ, അവളെ തെറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? പോടപട്ടി അങ്ങനത്തെ അതിലും വലിയ 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 ഇന്ന് അവൾ പറയുന്നില്ല അങ്ങനെ ഒന്ന് ഇപ്പൊ കുറച്ച് ഇതായിട്ട് പറയുന്നില്ല. അവൾക്ക് മനസ്സിലായി. അതിലും വലിയ വലിയ വാക്കുകൾ എൻ്റെ മോളെയും ബാക്കിയുള്ളവരെയും വിളിക്കുന്നുണ്ട് അവിടെ. എന്താ അവളെ വയസ്സാണോ പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും? ഈ വയസ്സിലുള്ളവർക്ക് എന്താ ഇൻഡിപെൻഡന്റ് ആവാൻ പാടില്ലേ? ഈ വയസ്സിലുള്ളവരെന്താ ഇത്രയും പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? നിങ്ങൾ ആരും വോട്ട് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല ഇത്രയും അവിടെ നിൽക്കും. ഇതിപ്പോ 5ാമത്തെ ആഴ്ച. ഞാൻ ഇവിടുന്ന് ഡ്രസ്സ് അയച്ചു കൊടുക്ക എൻ്റെ മോക്ക്. അവൾ കൊണ്ടുപോയി ഡ്രസ്സ് 2 ആഴ്ചത്തേക്ക് വിളി വരും അവിടുന്ന്, ഡ്രസ്സ് ഇല്ല, അയക്കി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇപ്രാവശ്യം അവൾ പോയതിന് ശേഷം 2 പ്രാവശ്യം ഞാൻ കൊറിയർ അയച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം അവൾക്കുള്ള ഡ്രസ്സ്. അവള് ബിഗ് ബോസിൽ 100 ദിവസം നിൽക്കണമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ആ ബിഗ് ബോസ് ഹൗസിൽ ആ ഒരു മത്സരത്തിൽ ആ ഒരു ഗെയിം കളിക്കണം, ആ ബിഗ് ബോസിൽ കയറണം. അതായിരിക്കാണ് ആഗ്രഹമില്ലാത്തത്. എൻ്റെ ഡ്രീമായിരുന്നു അത്. എൻ്റെ ഡ്രീം ബിഗ് ബോസിൽ പോകണമെന്നുള്ള എൻ്റെ ഡ്രീമായിരുന്നു. എൻ്റെ ഡ്രീം എൻ്റെ മോളിലൂടെ സാധിച്ചതിന്റെ സന്തോഷം നിങ്ങൾക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഈ ചെറുപ്രായത്തിൽ ഇവിടം വരെ എത്തി. ആ എത്തിയതിന് ഒരുപാട് ആൾക്കാർ അവൾക്ക് പോസിറ്റീവാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പാ അവളൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോ ഇത്രയും PR ആണ് കൂടുതൽ. ഇത്രയും യൂട്യൂബേഴ്സ് അവളെ അധികം നിരന്തരം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. നിരന്തരം അവളെ നെഗറ്റീവ് ഇറക്കിക്കൊണ്ടിരിക്കുക. ഇത്രയും നെഗറ്റീവ് ഇറക്കാൻ മാത്രം
യൂട്യൂബേഴ്സിനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും കണ്ടന്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളത്? നിങ്ങളെ മനസാക്ഷിനോട് തൊട്ട് ചോദിക്കി എൻ്റെ മോൾ എന്താ ചെയ്തത് എന്ന്. കുറേ ആലിബിനെ ഇപ്പൊ 2-3 ദിവസമായിട്ട് ആലിബ് രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു, ആലിബ് അളിയൻ സന്തോഷം കൊണ്ട് പറഞ്ഞയച്ചതാണെന്ന് ഇന്നലെ എൻ്റെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു. അതായത് ആലിബ് വിളിച്ചിട്ട് പറഞ്ഞ, ഉമ്മ എനിക്ക് കാണാൻ കൊതിയാവണെന്നാ, എൻ്റെ മോളെ എനിക്ക് കാണാൻ കൊതിയാവണെന്നാ. അതാണ് നമ്മളെ സ്നേഹം, ആലിബ് ഓളോടുള്ള സ്നേഹം. ഓക്കുണ്ടാവും മനസ്സിൽ. ഇത് നിങ്ങൾ ഈ ഒരു ഭാഗം, ഈ ഒരു കുറച്ച് പോർഷൻ വെച്ചിട്ട് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കും, ഉമ്മൻ്റെ ഇത് എന്ന് പറഞ്ഞിട്ട്. മക്കളെ, നിങ്ങളും ഒരു ഉമ്മൻ്റെ വയറ്റിൽ നിന്ന് വന്നതന്നല്ലേ. ഒരു ഉമ്മൻ്റെ വേദന നിങ്ങൾ അറിയണമെങ്കിലേ, ഈ ആണുങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു വേദന ചിലപ്പോൾ അറിയൂലായിരിക്കും, പക്ഷെ ഒരു പെണ്ണിനെ അറിയായിരിക്കും, ഒരു പ്രസവിച്ച അമ്മക്കറിയായിരിക്കും, മക്കളെ സ്നേഹിക്കുന്ന അമ്മക്കറിയായിരിക്കും. സ്വന്തം മക്കള് സ്നേഹം കൊണ്ട് ബാപ്പിനെയും ഉമ്മിനെ സ്നേഹിക്കുന്ന മക്കളെ വേറൊരാളെ ഇത്രത്തോളം നെഗറ്റീവ് പറയുമ്പോൾ ഒരു ഉമ്മാക്കായാലും ബാപ്പാക്കായാലും സഹിക്കാൻ പറ്റൂല. എന്നാ ബിഗ് ബോസിൽ പോയിട്ട് അവളെ എന്തെങ്കിലും ഒരു ആണുങ്ങളടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കളിക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? എന്തേ, അത് കാണാത്തതിനെ കൊണ്ടുള്ള പ്രശ്നമാണ് നിങ്ങൾക്ക്? ഗെയിമല്ലേ, കളിക്കണ്ടേ, മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യണ്ടേ? വെറുതെ ഒരു മൂലക്കെ പോയിരുന്നിട്ട് എന്ത് കാര്യമാണ്? അത് ഗെയിമാണ്. ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ പഠിക്കുങ്ങള്. ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് മനസ്സിൽ തട്ടി ചോദിക്കുക, എന്റെ മോള് നിങ്ങൾ എന്ത് നെഗറ്റീവ് ആയി കാണുന്നത്? റെസ്പെക്ട് ഇല്ലാത്തതോ? എന്റെ മോക്ക് നല്ല റെസ്പെക്ട് ഉണ്ട്. അവൾ അറിയുന്നവർക്ക് അറിയാം അവളെ റെസ്പെക്ട് ഉള്ള മോളാണ് എന്ന്. ഒത്തിരി റെസ്പെക്ട് കൊടുത്തിട്ട് തന്നെയാണ് എന്റെ മോളെ പഠിപ്പിച്ചതും. അവള് മനസാക്ഷിയില്ലാത്ത കുട്ടിയല്ല, ഒത്തിരി മനസാക്ഷിയുള്ള കുട്ടിയാ, ഒത്തിരി സ്നേഹമുള്ള കുട്ടിയാ, ഒത്തിരി എല്ലാരും സ്നേഹിക്കുന്ന മോളാണത്. സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ കമന്റ് കാണും, ഇങ്ങനത്തെ ഈ യൂട്യൂബേഴ്സ് എങ്ങനെ അവളെ നെഗറ്റീവ്. എന്തിനാണ് ഇറിറ്റേറ്റിംഗ്? അവക്കുള്ള ചിലപ്പം ബിഗ് ബോസിൽ ചിലപ്പോൾ അതായിരിക്കും അവളെ കണ്ടന്റ് ഇറിറ്റേറ്റ് ചെയ്യാ. ഓരോ സീസണിൽ ഓരോരുത്തരുണ്ടാവും വെറുതെ എന്താ പറയാ സ്നേഹിച്ചതാക്കിയിട്ടും മറ്റ്. നിങ്ങൾ ഒരു ഇത് കണ്ടോ? ഒരു ഗെയിം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്നേഹങ്ങൾ കണ്ടോ? ഒരെത്ര സ്നേഹത്തിലാ നിൽക്കുന്നത്. ഇന്നലെ അവള് നൂറനെ പിടിച്ച് കരഞ്ഞപ്പോ അതുപോലും നിങ്ങൾ അത് നെഗറ്റീവായിട്ട് കണ്ടു. കണ്ണീരെന്ന് പറയുന്നത് വെറുതെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കണ ഗ്ലിസറിന് തൂങ്ങി മനസ്സിൽ തട്ടി വരുന്ന കണ്ണീര്, അത് കണ്ണീരാ. എന്റെ മോൾ ഇന്നലെ കരഞ്ഞത് അവളെ മനസ്സിൽ തട്ടി. കാരണം അവൾക്ക് നൂറ അതിലുള്ള ഭയങ്കര ഇഷ്ടം. അവിടെ നിന്ന് പോവും, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികളാണത്. കാരണം അവള് പറയുന്നുണ്ട് അവര് അത്രയും ഫ്രണ്ട്സാണ്. നിങ്ങൾക്ക് അറിയില്ലല്ലോ അവര് ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം. ആ നൂറ് അങ്ങനെ ചെയ്തപ്പോ അവക്ക് സങ്കടം വന്നു, അത് മനസ്സിൽ തട്ടി കരഞ്ഞ കാര്യ. അതിന് വരെ നിങ്ങള് കരഞ്ഞ് കാല് പിടിച്ചു, അങ്ങനാണെങ്കിൽ അങ്ങനെ, അവള് കരഞ്ഞ് കാല് പിടിച്ചതാണെങ്കിൽ അങ്ങനെ. പക്ഷെ എനിക്കറിയാം എന്റെ മോൾ അത് മനസ്സിൽ തട്ടി കരഞ്ഞതാണെന്ന്. ഇനി ഇത് വെച്ചിട്ട് ഇതാ റെനോ ഫാത്തിമന്റെ ഉമ്മ അങ്ങനെ, റെനോ ഫാത്തിമന്റെ ഉമ്മ ഇങ്ങനെ, ഈ തള്ളന്റെ മോളല്ലേ, ഈ തള്ളന്റെതല്ല വളർത്തു ദോഷം, ഈ തള്ള എങ്ങനെയല്ലേ. ഞാൻ എങ്ങനെയാ നിങ്ങൾക്ക് അറിയോ? എന്റെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിക്കണോ? കുറെ ആൾക്കാർ പറഞ്ഞ് തള്ളന്റെതല്ല മോളെ, തള്ളന്റെ ദോഷ, തള്ള അങ്ങനെ ആയിട്ടാ, തള്ള എങ്ങനെ ആയിട്ടാണ്. എന്തിനാണ് ഞാൻ ചോദിക്കുക അങ്ങോട്ട്, എന്തിനാ മറ്റുള്ളവരെ കുറ്റം കണ്ടിട്ട് നിങ്ങൾ എന്ത് സുഖ കാണുന്നത്? എന്ത് സന്തോഷമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? എനിക്കുള്ളത്, എൻ്റെ മനസ്സെന്താണെന്നറിയോ? മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ എനിക്ക് സങ്കടം വരാറുള്ളത്. എനിക്ക് ഒരിക്കലും സന്തോഷം ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് ഏറ്റവും നമ്മൾ മറ്റുള്ളവരെ സങ്കടം കണ്ടിട്ട് അതിൽ സന്തോഷിക്കരുത് ഒരിക്കലും. എന്തിനാ ഒരാളെ ദുഃഖിച്ചിട്ട് ഒരാളെ നെഗറ്റീവ് കണ്ടിട്ട് അവർക്ക് ഇത്രയും സങ്കടം വരുമ്പം നിങ്ങൾ അതിലിങ്ങനെ സന്തോഷിക്കുന്നത് എന്തിനാന്നാ ചോദിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് സുഖ കിട്ടുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെ വീട്ടിലൊരു സങ്കടം നടന്ന് നിങ്ങൾക്ക് അതിൽ സന്തോഷിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യരും, എല്ലാവരും അങ്ങനെ തന്നെ. ഇത്രയും എൻ്റെ മോളെ വെറുക്കാൻ മാത്രം, എൻ്റെ മോൾ എന്താണ്
ചെയ്തതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യമാണ് എൻ്റെ മോൾ എന്ത് തെറ്റാ ചെയ്തതെന്ന്. എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം. എൻ്റെ മോളെ എനിക്ക് വിശ്വാസമാണ്. നിങ്ങൾ വിശ്വസിക്കണം ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇനി യൂട്യൂബേഴ്സിനോട് ഒരു കാര്യം പറയാം, ഇത് വെച്ചിട്ട് നിങ്ങൾ ഇനി എത്രയോ ആൾക്കാർ ഇനി ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കും. നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നിങ്ങൾ കളിക്കുക. പക്ഷെ ഉണ്ടാക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാ, നിങ്ങളൊരു ഉമ്മൻ്റെ വയറ്റിൽ നിന്ന് വന്നതാണെങ്കിൽ, ഒരു അമ്മൻ്റെ വയറ്റിൽ നിന്ന് വന്നതാണെങ്കിൽ, നിങ്ങൾ ഇത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുമ്പോഴേ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക, ഞാൻ ചെയ്തതെല്ലാം ശരിയാണോ? ഞാൻ ചെയ്യുന്നത് ഇന്ന് സമൂഹത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ശരിയാണോ എന്നും നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോ. ഞാനൊന്നും പറയുന്നില്ല. മനസാക്ഷിയോട് ചോദിക്കണം നിങ്ങൾ, ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ളത്. ഞാൻ എൻ്റെ മോളെ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നതിന് കേട്ടിട്ട് ഞാൻ വന്ന് ചെയ്തൊരു വീഡിയോ ആണ്, അറിയാനും വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്താണ് അവൾ കണ്ട തെറ്റ് എന്നുള്ളതൊന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ. റെസ്പെക്റ്റ്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? കുറെ പറഞ്ഞ ചീവീടിന്റെ സൗണ്ട് ആണ്, അവൾക്ക് ചീവീടിന്റെ സൗണ്ടാ. എന്താ ചീവീടിന്റെ സൗണ്ട് നല്ലതല്ലേ? ഓരോരുത്തർക്കും ഓരോ സൗണ്ടാണ് റബ്ബ് കൊടുത്തിട്ടുള്ളത്. ആ സൗണ്ടിനെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഒരാളെ കുറ്റം കണ്ട് ഞാൻ നല്ല ഭാഗം അവളത് കാണാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇല്ലാത്തതിനെ കൊണ്ടാണ് ഇങ്ങനെ ഒരേ കണ്ടന്റ് ഇട്ടിട്ട് ഇത് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ വെറുക്കുന്ന ഒരാൾ ഒരു കാലം റന ഫാത്തിമിനെ ഇഷ്ടപ്പെടുന്ന ഒരു കാലം ഉണ്ടാവും, ഉറപ്പാ. അതിലെനിക്ക് വിശ്വാസമാണ്. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എൻ്റെ മോളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും വെറുക്കല്ലേ എന്ന് മാത്രം എനിക്കൊരു അപേക്ഷയായിട്ട് ഞാൻ പറയുന്നത്. വെറുക്കല്ലേ, വെറുക്കാൻ മാത്രം. എൻ്റെ മോൾ ഇന്ന് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യൂല. അപ്പൊ ബൈ. ഇത്ര. ഇനിയിപ്പോ ലാസ്റ്റ് ഒരു കാര്യം, ഞാൻ തലയിൽ തട്ടിട്ടാലും പ്രശ്നം, തട്ടിടാതെ വന്നിരുന്നാലും പ്രശ്നം. കുറെ ആൾക്കാർ പറഞ്ഞു, ഷോൾ ഇട്ട് വന്ന് മോക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുക. അല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എൻ്റെ മോക്ക് വോട്ട് ചെയ്താൽ മതി. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം വോട്ട് ചെയ്താൽ മതി. എന്ന് വെച്ച് ഷോൾ ഇട്ട് വന്നിട്ട് ഞാൻ വോട്ട് ചോദിക്കാൻ എനിക്ക് ചില ഡ്രസ്സ് എനിക്ക് ഷോൾ ഇടണം, അത് നിർബന്ധം. ചില ഡ്രസ്സിന് ഞാൻ ഷോൾ ഇടാറില്ല. അതെല്ലാ ഡ്രസ്സും എനിക്ക് എന്താ പറയുക, ഷോൾ ഇട്ടിട്ട് എല്ലാ ഡ്രസ്സും എനിക്ക് കംഫർട്ട് ആവില്ല. ഷോൾ ഇടേണ്ട ഡ്രസ്സ് ഞാൻ ഷാൾ തന്നെ ഇടും. ഈ തട്ടിടുന്ന ആൾക്കാർ, കുറേ തട്ടിട്ട് നിസ്കരിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ മനസ്സ് നല്ലതാണോ? അവർ നിസ്കരിച്ച് ഷോളൊക്കെ ഇട്ട് നല്ല അതുപോലൊക്കെ നടന്ന് ഇവിടെ കെട്ടത് അവിടെ പറയാം, അവരെ കുറ്റം. അടുത്ത വീട്ടിൽ എന്താ നടക്കണം, ഇവർ ഇങ്ങനെയുള്ളത്. നമ്മളെ മനസ്സാണ്. കുറേ ഷോൾ ഇട്ട് നടന്നിട്ടും, കുറേ നിസ്കരിച്ചിട്ടും, കുറേ പള്ളിയിൽ പോയിട്ടും, കുറേ അമ്പലത്തിൽ പോയിട്ടും ഇതൊന്നും ആയിട്ട് കാര്യമില്ല. എന്ത് ചെയ്താൽ നമ്മളെ മനസ്സാണ് നന്നാവേണ്ടത്. നമ്മളെ മനസ്സ് നല്ലതാണോ? നമ്മളും നല്ലതാ. നമ്മളെ മനസ്സ് ഇരുണ്ടതാണോ? അത് എത്ര നല്ല കാര്യം ചെയ്തിട്ട് അത് ഇരുണ്ടത് തന്നെ ആയിരിക്കും. അത്രേ ഉള്ളൂ. നീ ഷോൾ ഇട്ട് വന്നിട്ട് തള്ളതാ ഷോൾ ഇട്ട് വന്നിക്കണ്, കുറെ അത് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. തള്ളതാ ഷോൾ ഇട്ട് വന്നിട്ട് മോക്ക് വോട്ടിന് വേണ്ടി വന്നിക്കണെന്ന്. ഞാൻ ഷോൾ ഇടും, ഷോൾ ഇടാത്ത സമയങ്ങളുണ്ട്. എൻ്റെ ഓരോ ഡ്രസ്സിൻ്റെ കംഫർട്ട് അനുസരിച്ചിട്ട് എനിക്ക് ഷോൾ ഇടണോ ഇടണ്ടേ എന്നുള്ളത്. ഞാൻ എന്ന് വിചാരിച്ചു എൻ്റെ മനസ്സ് നല്ലതാണോ, ഞാൻ നല്ലത് മാത്രമേ ചെയ്യുള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം. എൻ്റെയിലും ഒരുപാട് തെറ്റുകളുണ്ടാവും, ഒരുപാട് ശരികളുണ്ടാവും. പക്ഷെ തെറ്റുകൾ മാത്രം മറ്റുള്ളവരെ തെറ്റുകൾ മാത്രം കണ്ടിട്ട് ശരിയെ മൂടി വെച്ചിരിക്കരുത്. ശരിയും കൂടി നിങ്ങൾ വിശ്വസിക്കാൻ പഠിക്കുക. തെറ്റുകൾ മാത്രം എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരല്ല വേണ്ടത്. എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നുണ്ട്. തെറ്റ് ചെയ്യാത്ത മനുഷ്യർ ഈ ലോകത്തില്ല. നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാൻ പറ്റും തെറ്റ് ചെയ്യാത്ത മനുഷ്യരെ? ഇല്ല. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാ.